ഡാൻ, എന്തായാലും 2018 മുതൽ 2025 വരെ സന്നിധാനത്ത് നടന്ന ഈ തിരിമറി, സ്വർണവുമായി ബന്ധപ്പെട്ട് നടന്ന തിരിമറികളാണ് ഹൈക്കോടതി അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും 2018-19 കാലഘട്ടത്തിലെ മാത്രമല്ല 24-25 കാലഘട്ടത്തിലെയും തിരിമറികൾ അന്വേഷണ പരിധിയിലേക്ക് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ശ്രീ ആർ വി ബാബു ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ആർ വി ബാബു, പത്മകുമാറിലേക്ക് അന്വേഷണം എത്തി നിൽക്കുകയാണ്. പത്മകുമാറാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിൽ ഈ വിഷയം അവതരിപ്പിച്ചതെന്നും അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ തന്നെ എഴുതി ചേർത്തു ചെമ്പുപാളികൾ എന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശം. പത്മകുമാറിൽ ഒതുങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മുകളിലേക്ക് പോകുവാൻ സാധ്യത കാണുന്നില്ല. പത്മകുമാറിൽ ഒതുങ്ങുക എന്ന് പറയുമ്പോൾ പത്മകുമാർ തന്നെ ഇതിനു മുൻപ് പത്രങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് താൻ ദൈവതുല്യം കരുതുന്ന ആൾക്കാര് ആണ് അവരെ കുറിച്ചിട്ടാണ് എനിക്ക് വളരെ വലിയ ആശങ്ക എന്നൊക്കെ പറഞ്ഞിട്ട് പത്മകുമാറിന്റെ ഒരു പ്രസ്താവന നമ്മൾ കണ്ടിരുന്നല്ലോ. മാത്രമല്ല, പത്മകുമാർ പറയുകയുണ്ടായിരുന്നു, ഞാൻ വിദേശയാത്ര ഒന്നും നടത്തിയിട്ടില്ല, വിദേശയാത്ര നടത്തിയ ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരുപാട് അഴിമതികളുടെ കാര്യമാണ് അതിലൂടെ പുറത്തു വരുന്നത്. പത്മകുമാറിന് അറിയാവുന്ന പല കാര്യങ്ങളും പത്മകുമാർ പുറത്തു പറയുന്നില്ല എന്നാണ് ഇപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുക. ഏതായാലും പത്മകുമാർ മാത്രമല്ല, പത്മകുമാറിൽ നിന്നും ഈ വിഷയത്തില് രാഷ്ട്രീയപരമായിട്ട് പത്മകുമാറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള അപ്പോയിന്റിംഗ് അതോറിറ്റി ഉണ്ട്. അത് രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കാണ്. കാര്യം ക്യാബിനറ്റ് ഡിസൈഡ് ചെയ്യുന്നതാണ്, ക്യാബിനറ്റിലെ ഹിന്ദു MLA-മാർ അല്ലെ ഹിന്ദു മന്ത്രിമാർ തെരഞ്ഞെടുക്കുന്നതാണെന്നൊക്കെ നമുക്ക് സാങ്കേതികമായി പറയാമെങ്കിലും പത്മകുമാറിനെ നിശ്ചയിച്ചത് CPM നേതൃത്വമാണ്. അപ്പൊ CPM നേതൃത്വം അറിയാതെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമെന്നൊന്നും നമുക്ക് വിചാരിക്കാൻ സാധ്യത. CPM പോലുള്ളൊരു പാർട്ടിയുടെ സ്വഭാവമുണ്ട്. CPM പോലുള്ളൊരു പാർട്ടി സാധാരണയായിട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ക്ലിയർ ആയിട്ട് ഓരോ വിഷയങ്ങളിലും CPM അതിൻ്റെതായ രാഷ്ട്രീയമായ നയപരിപാടികളും രാഷ്ട്രീയമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ്, തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ആക്ഷനും എടുക്കുക. ഇവിടെ CPM-ന് ഈ കാര്യത്തിൽ ബന്ധമില്ലാന്നൊന്നും പറയാൻ സാധ്യമല്ല. പത്മകുമാറിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, നന്ദി ശ്രീ ആർ വി ബാബു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. എന്തായാലും ഇനി അങ്ങോട്ട് അന്വേഷണം എവിടം വരെ എത്തും എന്നാണ് അറിയുവാൻ ബാക്കിയുള്ളത്. പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റ്, അതുമാത്രമല്ല CPM-ന്റെ ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് പത്മകുമാർ. പത്മകുമാറിന്റെ അറസ്റ്റ് സ്വാഭാവികമായിട്ടും CPM-ഉം വിശദീകരിക്കേണ്ടി വരും. പത്മകുമാർ അറസ്റ്റിലായതല്ലേ ഉള്ളൂ, കുറ്റവാളി ആയിട്ടില്ലല്ലോ എന്നുള്ള പ്രതികരണമാണ് ആദ്യ പ്രതികരണം എന്ന രീതിയിൽ MV ഗോവിന്ദനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരുമെന്നാണ് കരുതുന്നത്.